നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. യുവാക്കളിലും വിദ്യാർത്ഥികൾക്കിടയിലും ദിനംപ്രതി ലഹരി കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾ വർദ്ധിക്കുമ്പോഴും സർക്കാർ നിസ്സംഗത തുടരുകയാണെന്ന് SDPI ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറത്ത് പറഞ്ഞു. ലഹരിയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇന്നും പോലീസിന് പോലും അജ്ഞാതമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ അനാസ്ഥ ലഹരി മാഫിയക്ക് വളക്കൂറാകുന്നുവെന്നും മുസ്തഫ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ SDPI ജില്ലാ കമ്മിറ്റി മാർച്ച് 5 മുതൽ ഏപ്രിൽ 10 വരെ സർക്കാർ നിസ്സംഗത വെടിയുക, ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാമെന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പയിൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സർക്കാരിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ അംഗങ്ങൾ തന്നെ ലഹരി കച്ചവടത്തിന് നേതൃത്വം നൽകുന്നു എന്ന വാർത്ത സർക്കാരിന്റെ നിസ്സംഗതയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ SDPI ജില്ലാ കമ്മിറ്റി മാർച്ച് 5 മുതൽ ഏപ്രിൽ 10 വരെ സർക്കാർ നിസ്സംഗത വെടിയുക, ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം എന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പയിൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായുള്ള പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഹൗസ് ക്യാമ്പയിനുകൾ, ലഘുലേഖ വിതരണം, ബോധവൽക്കരണ പരിപാടികൾ, പോസ്റ്റർ പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ, പ്രതിരോധ ശില്പശാലകൾ, ഹോട്ട്ലൈൻ സേവനങ്ങൾ തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. യുവാക്കളിലും വിദ്യാർത്ഥികളിലും ലഹരി കണ്ടെത്തുന്നതിനുള്ള പോലീസ് റിപ്പോർട്ടുകൾ ദിനംപ്രതി ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എന്നിട്ടും സംസ്ഥാനത്ത് വിഹരിക്കുന്ന ലഹരിയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇന്നും അജ്ഞാതമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു. പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ അനാസ്ഥ ഈ അവസ്ഥക്ക് വളക്കൂറാകുന്നു. ഈയൊരു സാഹചര്യത്തെ മുന്നിൽ നിർത്തി SDPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാർച്ച് 5 മുതൽ ഏപ്രിൽ 10 വരെ സർക്കാർ നിസ്സംഗത വെടിയുക, ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം എന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഹൗസ് ക്യാമ്പയിനുകൾ, ലഘുലേഖ വിതരണം, ബോധവൽക്കരണ പരിപാടികൾ, പോസ്റ്റർ പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ, പ്രതിരോധ ശില്പശാലകൾ, ഹോട്ട്ലൈൻ സേവനങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. നിയമപാലകർ നിയമം കർശനമായി നടപ്പാക്കുന്നതിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനോടൊപ്പം അവർക്കാവശ്യമായ പൊതുജന സഹകരണവും ജനജാഗ്രതാ സമിതിയിലൂടെ ഉറപ്പാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറാത്ത്, സെക്രട്ടറിമാരായ ഷഫീഖ് PC, PTV ഷംസീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.